വേദന സഹിക്കാതെ വന്നപ്പോൾ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയ ഗുളികയും കഷായവും അവർ തന്നു വിട്ടിട്ട് ഉപ്പ് കിഴി ഇടണമെന്ന് പറഞ്ഞു. അത് ഡെയിലി പോയി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം അത് പോയില്ല. പിന്നെ ഇതേപോലെ കൂടി വന്ന് എനിക്ക് ഒന്നിനും സാധിക്കാതെ വന്നപ്പോഴും ഓർത്തോ ഡോക്ടറിനെ പോയി കണ്ട് എക്സ്റേ എടുത്തപ്പോഴത്തേക്ക് അത് മുട്ടിന് പ്രശ്നമാണ്, അത് തൽക്കാലം ഗുളിക തരാം, അത് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഈ ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ധ്യാനം കൂടുന്നത് ശനിയാഴ്ച ഉപവാസം എടുത്തുകൊണ്ട് ശനിയാഴ്ച ദിവസമാണ് ധ്യാനം കൂടുന്നത്. ആ ആഴ്ച ധ്യാനം കൂടിയപ്പോഴത്തേക്ക് അച്ഛൻ ധ്യാനത്തിനിടയ്ക്ക് പറയുന്നുണ്ട്, എപ്പോഴും കസേരയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ സന്ധിബന്ധങ്ങൾ ഈശോ സുഖപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നു എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോഴെൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ചാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. എപ്പോഴും ഞാൻ കസേരയിലൊരേ ഇരുത്തയാണ്, എനിക്ക് ഭാരപ്പെട്ട ജോലികളൊന്നും ചെയ്യാൻ സാധിക്കില്ല, തുണി കഴുകാൻ പറ്റത്തില്ല, ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ അന്ന് വൈകുന്നേരം പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് അതേപോലെ ആ ഗുളികയെല്ലാം കൂടെ എടുത്ത് മെഡിക്കൽ സ്റ്റോറിൽ കൊടുത്ത് ആ പൈസ തിരിച്ച് വാങ്ങിച്ചു. അന്ന് മുതൽ വിശുദ്ധ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോഴും എൻ്റെ കൈക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല. എന്ത് ജോലി വേണമെങ്കിലും എത്ര വെയിറ്റ് വേണമെങ്കിലും എനിക്ക് ആ കൈ കൊണ്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അമ്മയ്ക്ക് നന്ദി.